കേരള വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് 12 മിനിറ്റ് ഒരു അന്താരാഷ്ട്ര മീറ്റിംഗ് ഡൽഹിയിൽ നടക്കുന്ന താജ് പാലസിൽ നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായിട്ട് ഒരു 12 മിനിറ്റ് പ്രസംഗിക്കുന്നതിന് വേണ്ടി ടൈംസ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന ആ പ്രോഗ്രാമിൽ സ്പോൺസർഷിപ്പിനായിട്ട് കേരള ഗവൺമെൻറ് 75 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇതുവരെ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഉടനെ കൊടുക്കും, കൊടുത്തില്ലെങ്കിൽ. കാരണം വലിയൊരു കാര്യമല്ലേ 12 മിനിറ്റ് മന്ത്രിയുടെ വാഗ്ധോരണി അവിടെ പ്രകടിപ്പിക്കാനായിട്ട് 12 മിനിറ്റേ ഉള്ളൂ അനുവദിച്ചേക്കുന്ന സമയം. അതിന് 75 ലക്ഷം രൂപ കൊടുത്തു. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ 12 മിനിറ്റ് കൊടുക്കുന്നത്. ഇത് വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി നമ്മുടെ ഹനീഷ് ഏതായാലും ഇതൊരു വലിയ അവസരമാണ്. ഇനി അതും അതിൻ്റെ GSTയും എല്ലാം കൂടെ ചേർന്നുള്ള തുക അനുവദിക്കണം എന്ന് KSIDC വഴിയുള്ള ഒരു റെക്കമെൻഡേഷൻ അങ്ങോട്ട് കൊടുത്തു. സർക്കാർ സ്പോൺസർഷിപ്പായിട്ട് 75 ലക്ഷം രൂപ ഇതിന് നൽകാനായിട്ടുള്ള തീരുമാനമെടുത്തതായിട്ട് പറയപ്പെടുന്നു. എന്തുമായാലും ശരി, ഇത് ഒന്ന് മനസ്സിലാക്കണം. ഈ മാസം 22, 23 തീയതികളിലാണ് ഡൽഹിയിൽ താജ് പാലസിൽ വെച്ച് വേൾഡ് ലീഡേഴ്സ് ഫോറം എന്ന് പറയുന്ന ഈ പരിപാടി നടക്കുന്നത്. അതിൽ പോയി പ്രസംഗിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഇടപാട്. അപ്പോൾ ഇത് എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം എന്നാണ് ഇതിൻ്റെ ഈ പരിപാടിയുടെ പേര്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മുമ്പ് യഥാർത്ഥത്തിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഗവൺമെൻറ് ഇതേപോലെ ഇങ്ങനെ നടത്തുന്ന പരിപാടികളിലൊന്നും, അതായത് വ്യവസായ സൗഹൃദമാക്കി എടുക്കാനായിട്ട് നടത്തുന്ന പ്രോഗ്രാം വഴിയൊന്നും ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല എന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ടൈംസ് ഓഫ് ഇന്ത്യക്കാണ് ഇത് കൊടുക്കുന്നത്. ഒരു മാധ്യമത്തിനെ ഇപ്പോഴേ പിടിച്ചു തുടങ്ങി എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഈ മാധ്യമങ്ങൾ വഴിയാണല്ലോ ഇപ്പോൾ അധികാരം നിലനിർത്താനായിട്ട് പല ഗവൺമെൻറ്റുകളും ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് 75 ലക്ഷം രൂപ പോയാൽ എന്തോ അവരുടെ അല്ലല്ലോ പോകുന്നത്, ജനങ്ങളുടെ കയ്യിൽ പോകുന്ന പണം. എനിക്കതിനകത്ത് സങ്കടമുണ്ട്. വെറുതെ 75 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ മന്ത്രി അവിടെ പോയി പ്രസംഗിച്ചിട്ട് അതൊരു വലിയ അവസരമായിട്ടാണ്. കാരണം ആ വേദി പ്രസംഗിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പലരും പ്രസംഗിക്കും, നമ്മൾ കണ്ടു. ആ പ്രസംഗങ്ങളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും ഇതുകൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അതായത് നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി അദ്ദേഹം 2016 മുതൽ 2025 വരെയുള്ള 10 വർഷക്കാലം അദ്ദേഹം ഇതേപോലെ 25 വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പല വിദേശ യാത്രകളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകള്, ചെറുമകൻ ഇവരുമായിട്ടൊക്കെ തന്നെ കുടുംബസമേതം അത് അങ്ങനെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം പോയിട്ട് എല്ലാം വ്യവസായ സംരംഭകരെ ഒരുപാട് കൊണ്ടുവന്നു, എല്ലാം കിട്ടി, അവിടെ എല്ലാവരും സമ്മതിച്ചു, എല്ലാം റെഡിയാക്കി എന്നൊക്കെ പറയും. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പഠിക്കാനും അതിന് തടയിടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനുമായിട്ട് നോർവേയിൽ പോയിരുന്നു കേട്ടോ. നോർവേയിൽ ഞാൻ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, ഇതെല്ലാം ഞാനും പോയതാണ്. അദ്ദേഹം നോർവേയിലും അതുപോലെ സ്വീഡനിലും ഒക്കെ പോയിട്ടുണ്ട്. സ്വീഡനിൽ പോയതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അതിരിക്കട്ടെ. നോർവേയിൽ ഏതായാലും വെള്ളപ്പൊക്കം തടയുന്നത് എങ്ങനെയാണെന്നുള്ളത് പോയി പഠിച്ചിട്ട് വന്നു. അതിൽ പിന്നെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. അതാണ് കാര്യം. നമ്മൾ തിരിച്ചറിയണം ഇതെന്താണെന്ന്. അത് ആ പഠനത്തിൻ്റെ ഗുണമാണ്. ഏതായാലും പോയി. ഇനി അതേപോലെ തന്നെ പോയേക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UAE, അത് പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ സ്ഥിരമായിട്ട് പോകും. പിന്നെ അമേരിക്കയിൽ പോകുന്നതിന് മാത്രം ഗവൺമെൻറ്റിൻ്റെ പൈസ ചിലവാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഗവൺമെൻറ്റിൻ്റെ പൈസ എന്നല്ല, പൊതുജനങ്ങളുടെ പൈസ എന്ന് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി എന്നോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു MLAയോ അതേപോലെ ജഡ്ജിമാരോ റിട്ടയർഡ് ജഡ്ജിമാരോ ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഇതുപോലെ യാത്ര, അതായത് ചികിത്സയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം, അതിന് കുഴപ്പമില്ല. അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് പോകുന്നത് കൊണ്ട്, മയോ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മെഡിക്കൽ എക്സ്പെൻസായിട്ട് അത് ട്രീറ്റ് ചെയ്തു പോകും. അതുകൊണ്ട് നമുക്ക് ഈ പണം ദുരുപയോഗം ചെയ്തു എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി അത് കൂടാതെ അമേരിക്ക പോയതൊക്കെ അതിനാണ്. അമേരിക്ക യാത്ര ഒഴിച്ച് ബാക്കി എല്ലാ യാത്രകളിലും
നമ്മുടെ ഈ വറ്റി വരണ്ടിരിക്കുന്നെന്ന് പറയുന്ന ട്രഷറിയിലെ പണമാണ് എടുത്ത് ചിലവാക്കിയേക്കുന്നത്. പിന്നെ സ്വിറ്റ്സർലൻഡ് ഇതുപോലെ പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീഡൻ, പിന്നെ ഇംഗ്ലണ്ട്, UK, ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. ജപ്പാൻ, കൊറിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അത് ഈ ജപ്പാനിൽ പോയതാണെങ്കിലോ എങ്ങനെയാണെന്നറിയോ, അത് കുടുംബസമേതമൊന്നുമല്ല, ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും കൊണ്ടാണ് പോയേക്കുന്നത്. അത് താല്പര്യമുള്ള ആളുകളെല്ലാം വിളിച്ചു കൊണ്ടുപോയി. ആ കൊണ്ടുപോയവർക്ക് ജപ്പാനിലെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ് ജപ്പാൻ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. കാരണം ഒരുപാട് പണച്ചെലവാണ് ജപ്പാനിൽ പോയാൽ. പക്ഷെ ഒന്ന് പോകണം. കാരണം ഞാൻ ഭയക്കുന്നത് പോലെ അല്ലാതെ നമുക്ക് ജപ്പാനിൽ പോകാൻ പറ്റും എന്ന് ഞാനൊന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈയിടെ. അപ്പോൾ ജപ്പാനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൊണ്ടുപോയി. ആ വൃന്ദങ്ങൾക്ക് ഓരോരുത്തർക്കും ഡെയിലി ഒരു $100 കേട്ടോ, അവർക്കവിടെ ചിലവാക്കാനായിട്ട് ഉള്ളത് അതും കൊടുത്തു. ഒരു $100 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര നമ്മൾ കണക്കാക്കുന്ന ഒരു 85,000 രൂപ വരും. സോറി, 85,000 അല്ല, 8,500 രൂപ വരും. $100 അത്രയേ ഉള്ളൂ. 85,000 തെറ്റിപ്പോയി, അത് $1,000 അപ്പോൾ $8,500 വരും. അത് ഡെയിലി ബാറ്റ എന്നുള്ള നിലയ്ക്ക് അവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ പോയിടത്തെല്ലാം എന്തെങ്കിലും ഇതുമൂലം വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, ഒരു വിവരാവകാശ രേഖ ഒരാൾ ആവശ്യപ്പെട്ടു, മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടതാണ്. KSIDCയിൽ നിന്ന് അത് കിട്ടി. ഒരൊറ്റ ധാരണാപത്രം പോലും ഇദ്ദേഹം എവിടെയും പോയി ഒപ്പിട്ട് വെച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടം പോലെ എന്നിട്ട് പറയുന്നതോ അവിടെ പോയിട്ട് ഇന്നതുപോലെ ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, 10,000 കോടിയുടെ ഇതിങ്ങോട്ട് വരാൻ പോകുന്നു, 50,000 കോടിയുടെ വരാൻ പോകുന്നു കേട്ടോ, 1,00,000 കോടിയുടെ വരാൻ പോകുന്നു, 10,00,000 കോടിയുടെ. ഇത് ഏത് കോടിയുടെ എവിടെ വന്നിട്ടുണ്ട്? ₹1 പോലും ഒരു വ്യവസായവും ഇതുമൂലം, അതായത് അദ്ദേഹത്തിൻ്റെ 25 യാത്രകളാണ്, വിദേശ യാത്രകൾ, അതിൽ നിന്ന് ഒരൊറ്റ സ്ഥലത്തു നിന്നും ₹1 പോലും ഒരു ധാരണാപത്രം അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല, ആരുമായിട്ട് ഒപ്പിട്ടിട്ടില്ല, ₹1 വ്യവസായം കൊണ്ടുവന്നിട്ടില്ല. അത് തന്നെയാണല്ലോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അത് ഇതുമായിട്ട് ഞാൻ കൂട്ടി വായിച്ചതാണിപ്പോൾ. അതായത് ഇവിടെ നമ്മുടെ ശ്രീ രാജീവ് പോകാൻ പോകുന്നു, 12 മിനിറ്റ് പ്രസംഗിക്കാനാണ്. ഈ ഒന്നുമില്ലാതിരിക്കുന്ന ഈ സംസ്ഥാനം, ഒന്നുമില്ലെന്ന് നിലവിളിയാണ്, ട്രഷറിയിലൊന്നുമില്ല, ട്രഷറി കാലിയാണ് എന്ന് പറയും. ഇവിടെ നിന്ന് 75 ലക്ഷം രൂപ അതിൻ്റെ GST അത് ഇതെല്ലാം കൂടെ കൊടുത്ത് ഇത്രയും രൂപ കൊടുത്ത് ഈ മുടക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണോ? ഒന്നുമല്ല. ഇവിടെ എന്ത് പറയാനാണ് ഈ പോകുന്നത്? ഇവിടുത്തെ വളർച്ചയുടെ കാര്യം പറയാനോ, ഇവിടുത്തെ വ്യവസായത്തിൻ്റെ കാര്യം പറയാനോ? എന്തിനാ പോകുന്നതെന്നുള്ളത് അദ്ദേഹത്തിനും അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ പോയി പ്രസംഗിക്കും. രാജീവ് അവിടെ 12 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി നമ്മുടെ 75 ലക്ഷം രൂപയാണ് എടുത്ത് ചിലവാക്കുന്നത്. ഈ പണം ഇവിടെ ഒരു വീട്, ലൈഫ് മിഷനിൽ വീട് വെക്കാനായിട്ട്, പാവങ്ങൾക്ക് വീട് വെക്കാൻ കട്ടിച്ച് 4 ലക്ഷം രൂപ കൊടുക്കാനില്ല. ആ സംസ്ഥാനമാണ് ഇതുപോലെ വ്യവസായം എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് 75 ലക്ഷം രൂപ അദ്ദേഹം പോയി പ്രസംഗിച്ച കാര്യമെല്ലാം നടക്കും. ഇതൊരു മാധ്യമത്തിന് കൊടുക്കുന്ന സ്പോൺസർഷിപ്പാണ്. അതാ മനസ്സിലാക്കേണ്ടത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്ന, അതാണ് എക്കണോമിക് ടൈംസിൻ്റെ എന്നുള്ള പേരിൽ, അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു പ്രസിദ്ധീകരണമാണ്. അതിന് എക്കണോമിക് ടൈംസിൻ്റെ പേരിൽ അതിന് കൊടുക്കുന്ന പണമാണ്, ഈ സ്പോൺസർഷിപ്പിന് കൊടുക്കുന്നതാണ് 75 ലക്ഷം രൂപ. ഇത് ഒരു മാധ്യമത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് എന്ന് ജനങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അതിനെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരുപാട് പരസ്യങ്ങൾ അറിഞ്ഞോ അറിയാതെ കൊടുക്കുമല്ലോ. ഇലക്ഷനൊക്കെ ആവുന്നത് വരെ ഈ മാധ്യമങ്ങളൊക്കെ നിങ്ങളെ ഒരുപാടൊക്കെ പറയും. പക്ഷേ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. എൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കൊടുക്കുന്ന ഡോക്കറ്റ് പരസ്യങ്ങൾ അതെല്ലാ പത്രങ്ങൾക്കും വേണം, എല്ലാ മാധ്യമങ്ങൾക്കും വേണം, TV ചാനലുകൾക്ക് വേണം. അപ്പോൾ അവരുടെ വായടയ്ക്കാൻ എളുപ്പമാണ്. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഇത് വളരെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതെല്ലാം മറച്ചു വെക്കാം. അതാണ് ജനങ്ങളിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം. അതിനുവേണ്ടി ഈ 75 ലക്ഷം രൂപ ഇപ്പോൾ കളയേണ്ട കാര്യമുണ്ടോ? ഇത് ഈ പാവങ്ങൾക്ക് ആണെങ്കിൽ 4 ലക്ഷം രൂപ മുടക്കി വീട് വെക്കുന്നവർക്ക് കേട്ടോ, എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാം? അതൊന്ന് ആലോചിച്ചാൽ പോരെ. അത് കൊടുക്കാൻ പണമില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇവിടെ പണമില്ല. എന്നിട്ടാണ് ഇതുപോലെ ചെയ്തേക്കുന്നത്. സപ്ലൈകോയിലൊന്നും സാധനമില്ല, അതെല്ലാം അങ്ങ് മറന്നുള്ളൂ. എന്നിട്ടാണ് ഈ പണി ചെയ്യാൻ പോകുന്നത്.